മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 31-ാമത്തെ ദശകം 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 9ാമത്തെ ശ്ലോകം. പാശൈർബദ്ധം പതകപതിനാ ദൈത്യമുച്ചൈരവാദിസ്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവന്നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീൽ ത്വം. മഹാബലി തൻ്റെ ദാനമായിട്ട് ഭഗവാന് 3 അടി കൊടുക്കാനായിട്ട് വെള്ളം വീഴ്ത്തി ഭഗവാന്റെ വളരെ വലുതായിട്ടുള്ള ആ രൂപത്തെ ധരിച്ചു എന്നൊക്കെ പറഞ്ഞു. ആ ദൈത്യന്മാർ അതിനുശേഷം അസുരന്മാരൊക്കെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. മഹാബലിയോട് ചോദിക്കാതെ കണ്ടാണ് യുദ്ധം ചെയ്തത്. അസുരന്മാർ തോൽപ്പിക്കപ്പെട്ടു. ദേവന്മാരും വിഷ്ണു പാർഷദന്മാരും കൂടി അസുരന്മാരെ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് മഹാബലി ചോദിച്ചു, കാലാത്മാവായിട്ടുള്ള ഭഗവാനാണ് ഈ നിൽക്കണത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, യുദ്ധം ചെയ്യേണ്ടതായിട്ടില്ല, ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ പാതാളത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. ആ മഹാബലിയെ പിന്നെ ഗരുഡൻ വരുണപാശം കൊണ്ട് ബന്ധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പാശൈർബദ്ധം പതകപതിനാ, പതകങ്ങൾ പക്ഷികളുടെ രാജാവ് പതി പക്ഷികളുടെ രാജാവായ ഗരുഡനാൽ പാശൈഹി ബദ്ധം, പാശം എന്ന് പറഞ്ഞാൽ അവിടെ വരുണപാശം കൊണ്ട് ബന്ധിക്കപ്പെട്ടു, ബന്ധിക്കപ്പെട്ടതായ പാശൈഹി വരുണപാശങ്ങളെ കൊണ്ട് ഗരുഡനാൽ ബന്ധിക്കപ്പെട്ടതായ ആ അസുരനോട്, അതായത് മഹാബലിയോട് ദൈത്യം ഉച്ചൈരവാദീഹി, ഉറക്കെ അങ്ങ് പറഞ്ഞു, ഉച്ചൈഹി ശക്തമായിട്ട് അങ്ങ് പറഞ്ഞു എന്നാണ്. അവാദീഹി അങ്ങ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? താർത്തീകം ദിശ മമ പദം, താർത്തീകം 3ാമത്തേത്, ദിശ മമ പദം, മമ എനിക്ക്, താർത്തീകം പദം ദിശ 3ാമത്തെ കാലടി വയ്ക്കാനുള്ളതായ സ്ഥലം, സ്ഥാനം, അതായത് പദത്തിനുള്ളതായിട്ടുള്ള സ്ഥാനം, കാലടി വയ്ക്കാനുള്ളതായിട്ടുള്ള സ്ഥാനം. ഒരു അടികൊണ്ട് ഭൂമിയും അതിൻ്റെ താഴെയുള്ളതായിട്ടുള്ള ലോകങ്ങളും ഒക്കെ അളന്നു. 2ാമത്തെ അടി കൊണ്ട് മുകളിലുള്ളതായിട്ടുള്ള ലോകങ്ങളൊക്കെ അളന്നു. പിന്നെ അത് കഴിഞ്ഞ് 3ാമത്തെ അടി വയ്ക്കാനായിട്ട് സ്ഥലമില്ലാതെ കണ്ടായി. അതുകൊണ്ടാണ് താർത്തീകം ദിശ മമ പദം, 3ാമത്തെ പാദത്തിൽ വയ്ക്കാനുള്ളതായിട്ടുള്ള സ്ഥലം കാണിച്ചു തരൂ എന്ന് ദിശ നൽകിയാലും എന്ന് ഉച്ചൈഹി അവാദീഹി ഉറക്കെ പറഞ്ഞു. എന്താ ഈ 3ാമത്തെ പദം വയ്ക്കാൻ സ്ഥലം വേണം എന്ന് ആദ്യം ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, കിം ന വിശ്വേശ്വരഃ അസി, അങ്ങ് വിശ്വേശ്വരനല്ലേ, ലോകത്തിന് മുഴുവൻ, വിശ്വത്തിന് മുഴുവൻ, പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരനാണ് എന്നല്ലേ എന്നോട് പറഞ്ഞേ. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ എന്നാണ് നേരത്തെ ചോദിച്ചത്. വിശ്വേശനായിട്ടുള്ള എന്നോട് ഈ 3 അടി മണ്ണാണോ ചോദിക്കണത് എന്ന് ചോദിച്ചു മഹാബലി നേരത്തെ. അപ്പോൾ കിം ന വിശ്വേശ്വരഃ അസി, അങ്ങ് വിശ്വേശ്വരനാണെന്നാണല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലേ? വിശ്വേശ്വരഃ കിം ന അസി, അങ്ങ് വിശ്വേശ്വരനല്ലേ? അപ്പോൾ എനിക്കിനി 3ാമത്തെ അടി വെക്കാനുള്ളതായിട്ടുള്ള സ്ഥലം തരൂ, ഈ ചെറുതായിട്ട് എന്തിനാ എന്നോട് ചോദിക്കണത് എന്ന് ചോദിക്കേണ്ടായില്ലോ നേരത്തെ. അപ്പോൾ എനിക്ക് ആ 3ാമത്തെ അടി വെക്കാനുള്ളതായിട്ടുള്ള സ്ഥലം കാണിച്ചു തരൂ എന്ന് പരിഹസിച്ചുകൊണ്ട്, കുറച്ച് പരിഹാസമായിട്ടാണ്, വിശ്വേശ്വരനല്ലേ, ഇനി 3ാമത്തെ അടി വെക്കാൻ എവിടെ സ്ഥലം കാണിച്ചു തരൂ എന്നുള്ള മട്ടിൽ കുറച്ചൊരു പരിഹാസഭാവത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ മഹാബലിയോട് പറഞ്ഞത്, കിം ന വിശ്വേശ്വരഃ അസി. അപ്പോൾ മഹാബലിയെ സംബന്ധിച്ചിടത്തോളം ഭഗവാനിലുള്ളതായിട്ടുള്ള ഭക്തിക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. നല്ല ഭക്തനാണ്, ഭഗവത് ഭക്തനാണ്, പ്രഹ്ലാദൻ്റെ പൗത്രനാണ്. അപ്പോൾ ഭക്തിക്ക് ഒട്ടും കുറവില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ആ മഹാബലി യാതൊരു വിഷമവും കൂടാതെ കണ്ട് നേരത്തെ ആ അഹങ്കാരമൊക്കെ അങ്ങോട്ട് ശമിച്ചു എന്നാണ് പറഞ്ഞത്. നേരത്തെ ഉണ്ടായിരുന്നതായിട്ടുള്ള അഹങ്കാരം മുഴുവനും ശമിച്ചിട്ട് ആ മഹാബലി
പാദം മൂർധനി പ്രണയ. ആ അങ്ങയുടെ കാലടി അത് എൻ്റെ മൂർധാവിൽ വെച്ചോളൂ. മൂന്നാമത്തെ പാദം വെക്കാനുള്ളതായിട്ടുള്ള സ്ഥലം വേണ്ടേ, മൂന്നാമത്തെ അടി വെക്കാനുള്ളതായിട്ടുള്ള സ്ഥലം അതെൻ്റെ ശിരസിലായിക്കോട്ടെ എന്ന് പറഞ്ഞു. പാദം മൂർധനി പ്രണയ, എൻ്റെ മൂർധാവിൽ ആ പാദത്തെ പ്രണയ താഴ്ത്തി വെച്ചാലും എന്നാണ് എൻ്റെ അർത്ഥം. പ്രണയ മൂർധനി പ്രണയ, പാദത്തെ എൻ്റെ മൂർധാവിൽ, എൻ്റെ ശിരസിൽ വയ്ക്കൂ എന്ന് മഹാബലി മറുപടി പറഞ്ഞു. വളരെ വിനയത്തോടു കൂടിയിട്ടാണ് ആ മഹാബലിയുടെ മറുപടി. ഭഗവൻ ഭഗവൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ്. ഇത് അകമ്പം, യാതൊരു പേടിയുണ്ടായില്ല. തനിക്കിങ്ങനെ പറ്റിപ്പോയില്ലോ എന്നുള്ളതായിട്ടുള്ള യാതൊരു ചിന്തയും കൂടാതെ കണ്ട് പാദം മൂർധനി പ്രണയ ഭഗവൻ ഇതി അകമ്പം, ഭഗവൻ ഇതി അകമ്പം എന്ന് യാതൊരു കമ്പവും ഇല്ലാതെ കണ്ട്, യാതൊരു ഭാവഭേദവും ഇല്ലാതെ കണ്ട് വദന്തം പറയുന്നതായിട്ടുള്ള ആ മഹാബലിയെ, വദന്തം തം എന്നാണ് ആ വധിക്കുന്നതായ, ഇപ്രകാരം പറയുന്നതായ ആ മഹാബലിയെ പ്രഹ്ലാദസ്തം സ്വയം ഉപഗതോ എന്നുള്ള പദം നോക്കുമ്പോൾ ഉപഗത പ്രഹ്ലാദ, ആ മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദൻ സ്വയം ഉപഗത അവിടേക്ക് തന്നെ വന്നു എന്നാണ്. മഹാബലിയുടെ പൗത്രൻ്റെ അടുത്തേക്ക്, തൻ്റെ പേരക്കുട്ടിയുടെ അടുത്തേക്ക് പ്രഹ്ലാദൻ സ്വയം എത്തിച്ചേർന്നു എന്നാണ് പറയണത്. അങ്ങനെ ആ പ്രഹ്ലാദ തം സ്വയം ഉപഗത, തന്നെത്താൻ വാമനമൂർത്തി മഹാബലിയുടെ സമീപത്തേക്ക് വന്നിട്ട് മാനയൻ അസ്തവീത്വാം, മാനയൻ ബഹുമാനിച്ചുകൊണ്ട്, അസ്ത്വാം അസ്തവീത് അങ്ങയെ സ്തുതിച്ചു. അതായത് ആ പ്രഹ്ലാദൻ വന്നിട്ട് കുട്ടി ചെയ്തത് നന്നായി എന്നുള്ളത്, നല്ല ബോധം, നല്ലതോട് കൂട്ടിയിട്ട് നന്നായി എന്നുള്ളത് പറഞ്ഞ് ബഹുമാനിച്ചു. പേരക്കുട്ടിയെ, പൗത്രനെ ബഹുമാനിച്ചു. എന്നിട്ട് അങ്ങയെ സ്തുതിക്കുകയും ചെയ്തു. അസ്തവീത് സ്തുതിച്ചു, അസ്തവീത് ത്വാം അങ്ങയെ സ്തുതിക്കുകയും ചെയ്തു എന്ന് രണ്ടാമത്തെ ശ്ലോകം. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യൈർലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജര പുനരിത്യന്വഗൃഹാബലിം തം വിപ്രൈ സന്താനിത മഖവര പാഹി പാതാലയേശ. ഇത്രയായപ്പോൾ പ്രഹ്ലാദൻ വന്ന് അങ്ങയെ സ്തുതിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ, വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ആ മഹാബലിയോട് പറഞ്ഞു, ദൈത്യ അല്ലയോ അസുര രാജാവേ, ദർപ്പോച്ഛിത്യൈ വിഹിതം, അങ്ങയുടെ അഹങ്കാരം ഉച്ഛിത്യൈ, അതിൻ്റെ ഉച്ഛേദനത്തിന് വേണ്ടി, അതില്ലാതാക്കാൻ വേണ്ടി, ദർപ്പത്തിൻ്റെ നശിപ്പിക്കലിന് വേണ്ടി, ദർപ്പത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അങ്ങയുടെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിഹിതം അഖിലം ഞാനിതൊക്കെ ചെയ്തത്, എന്നാൽ ഇതൊക്കെ ചെയ്യപ്പെട്ടത്. അഖിലം വിഹിതം, ഞാനിതൊക്കെ ചെയ്തത് അങ്ങയുടെ ആ ദർപ്പം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 3 അടി മണ്ണ് വേണമെന്ന് യാചിച്ചിവിടെ വന്നു. അത് കഴിഞ്ഞ് അതിന് മുമ്പ് തന്നെ ദേവാസുര യുദ്ധം ഉണ്ടായി, മഹാബലിയെ കൊന്നു. അതിന് ശേഷം ദേവന്മാർക്ക് കൊടുത്തു. ഇതൊക്കെ മഹാബലിയെ വസിച്ചതിന് ശേഷം വീണ്ടും ശുക്രൻ ജീവിപ്പിച്ചു. മഹാബലിക്ക് നല്ല ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നും അതൊക്കെ കഴിഞ്ഞിട്ട് ഈ അഹങ്കാരം മൂത്തു എന്നുള്ളത് കണ്ടതുകൊണ്ട് തന്നെയാണ് അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. വിഹിതം അഖിലം, എന്നാൽ ഇതെല്ലാം ചെയ്യപ്പെട്ടത് അങ്ങയുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യ സംബോധന. സിദ്ധ അസി, അങ്ങ് സിദ്ധനാണ്. എല്ലാ ആഗ്രഹങ്ങളും അങ്ങക്ക് സാധിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട്? പുണ്യൈഹി, അങ്ങയുടെ തന്നെ പുണ്യങ്ങളെ കൊണ്ട്, അങ്ങ് ചെയ്തതായിട്ടുള്ള പുണ്യങ്ങൾ. അഹങ്കാരം ഉണ്ടായിരുന്നു, അല്ലാതെ കണ്ട് അങ്ങയുടെ പുണ്യകർമ്മങ്ങൾ, അനവധി പുണ്യകർമ്മങ്ങളും മഹാബലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങയുടെ പുണ്യങ്ങളെ കൊണ്ട് അങ്ങ് സിദ്ധ അസി, അങ്ങ് സർവസിദ്ധി പ്രാപിച്ചവനാണ്. എല്ലാ സിദ്ധികളും വേണ്ടതായ എല്ലാം തന്നെ അങ്ങയ്ക്ക് ഉണ്ടായി കഴിഞ്ഞു. സിദ്ധ അസി. പിന്നെ ലോകസ്തേ അസ്തു ത്രിദിവ വിജയീ, തേ അങ്ങയ്ക്ക് ത്രിദിവ വിജയീ, സ്വർഗത്തെയും വിജയിക്കുന്നതായിട്ടുള്ള, അതിശയിപ്പിക്കുന്നതായ, സ്വർഗത്തെയും അതിശയിക്കുന്നതായ ഐശ്വര്യാദികളോടുകൂടിയ
സർവ്വസുഖഭോഗങ്ങളും ഉള്ള സ്ഥലമാണ് സ്വർഗമെന്നാണ് പറയുന്നത്. അതിനേക്കാൾ സുഖഭോഗങ്ങളൊക്കെ ഐശ്വര്യവും ഉള്ളതായിട്ടുള്ള ആ സ്ഥാനം അങ്ങക്ക് കിട്ടട്ടെ. അതായത് സുതലത്തിലേക്കാണ് ഈ മഹാബലിയെ പറഞ്ഞയക്കണത്. പിന്നെ ആ സുതലത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് എന്നാണ് പറയണത്. സർവ്വ ഐശ്വര്യങ്ങളും ദേവലോകത്തിലുള്ളതിനേക്കാൾ അധികം ഐശ്വര്യങ്ങളുള്ളത് ഈ സുതലത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളതായ ആ സുതലത്തിൻ്റെ രാജാവായിട്ടാണ്, അധിപതിയായിട്ടാണ് മഹാബലിയെ പറഞ്ഞയക്കണത്. അങ്ങനെ ലോകസ്ഥേസ്തു തൃതിവ വിജയി, അങ്ങക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ലോകം സിദ്ധിക്കട്ടെ. തേ അസ്തു, അങ്ങ് എന്താണെന്ന് വെച്ചാൽ അങ്ങ് സിദ്ധനായി കഴിഞ്ഞു. എല്ലാ ആഗ്രഹങ്ങൾക്കും അങ്ങക്ക് പൂർത്തി വരത്തക്കവണ്ണം അങ്ങയുടെ പുണ്യങ്ങൾ അത്രത്തോളം ഉണ്ട്. അപ്പോൾ പുണ്യങ്ങളെ കൊണ്ട് സിദ്ധനായ അങ്ങ് സ്വർഗത്തേക്കാൾ ജയിക്കുന്നതായ, സ്വർഗത്തെയും ജയിക്കുന്നതായ, അതിശയിക്കുന്നതായ ആ സുതലത്തെ പ്രാപിച്ചാലും സുതലം അങ്ങക്ക് ഉണ്ടാകട്ടെ. പിന്നെ വാസവത്വം ച പശ്ചാത്, പിന്നീട് അത് കുറേ കാലം കഴിയുമ്പോൾ ആ അങ്ങ് ദേവേന്ദ്രനായിട്ട് തീരും. ദേവന്മാരുടെയും ഇന്ദ്രനായിട്ട് ആ വാസവത്വവും അങ്ങക്ക് ലഭിക്കും. വാസവത്വം, വാസവ എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ. വാസവൻ്റെ സ്ഥാനവും അങ്ങക്ക് ലഭിക്കും, പദവിയും അങ്ങക്ക് ലഭിക്കും. പിന്നീട് പിൽക്കാലത്ത് അങ്ങക്ക് വാസവൻ്റെ പദവിയും ലഭിക്കും. ഇപ്പോൾ സുതലത്തിൽ അങ്ങ് പോയി സുഖമായി സസുഖം വസിച്ചാലും അതിനുശേഷം കുറേ കാലം കഴിയുമ്പോൾ അങ്ങക്ക് വാസവത്വവും സിദ്ധിക്കും. പിന്നെ പോരാ, വാസവത്വം ച പശ്ചാത് പിന്നീട് വാസവത്വം ച ലഭസ്വ, വാസവത്വത്തെയും പ്രാപിച്ചാലും പിന്നെ പോരാ. പിന്നെയും പറയുകയാണ്, എന്താണ്? മത്സായുജ്യം ഭജ പുനഃ, പിന്നീട് ആ വാസവത്വവും കൂടി അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പുനഃ മത്സായുജ്യം, ഞാനായിട്ടുള്ള സായുജ്യം, എന്നിൽ സായുജ്യം പ്രാപിക്കുക, ഐക്യം പ്രാപിക്കുക. അതും ഏറ്റവും വലിയ മോക്ഷം ആണ്. അത് ആ ഭഗവാന്റെ സായുജ്യം എന്നുള്ളതാണ് പരമമായ മോക്ഷസ്ഥാനം. ആ പരമമായ മോക്ഷസ്ഥാനമായിട്ടുള്ള ഭഗവത് സായുജ്യവും നിനക്ക് ഉണ്ടാകട്ടെ. മത്സായുജ്യം ഭജ ച പുനഃ ഇതി എന്നിങ്ങനെ അനുഗൃഹാഹ, അങ്ങ് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു. അന്വഗൃഹാ ബലിം തം, ആ ബലിയെ അങ്ങ് അനുഗ്രഹിച്ചു. ഇങ്ങനെ അങ്ങ് സിദ്ധനാണ്. ത്രിദശന്മാരെ ജയിക്കുന്നതായ ആ സൗകര്യങ്ങൾ അങ്ങക്ക് ഉണ്ടാകട്ടെ. പിന്നീട് വാസവത്വവും കിട്ടട്ടെ, ദേവേന്ദ്രപദത്വവും കിട്ടട്ടെ. അതിനുശേഷം എൻ്റെ സായുജ്യവും ലഭിക്കും എന്നിങ്ങനെ ഭഗവാൻ ആ മഹാബലിയെ അനുഗ്രഹിച്ചു. മത്സായുജ്യം ഭജ പുനഃ ഇതി അന്വഗൃഹാഹ ബലിം തം, ആ ബലിയെ അങ്ങ് അനുഗ്രഹിച്ചു. വിപ്രൈ സന്താനിതമഖവരഹ, പിന്നീടോ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ യാഗം മുഴുമിപ്പിച്ചിട്ടില്ല. പകുതി യാഗം നിർത്തിയിട്ട് യാഗം പകുതി ചെയ്തിട്ട് അവിടെ അവസാനിപ്പിക്കുന്നത് ദോഷമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ വിപ്രന്മാരെ കൊണ്ട്, അവിടെ യാഗം നടത്തിയിരുന്നതായിട്ടുള്ള ആ വിപ്രന്മാരെ കൊണ്ട് അതിൻ്റെ പൂർത്തീകരണം സംഭവിപ്പിച്ചു. യാഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പൂർത്തീകരിച്ചു, അവസാനിപ്പിച്ചു എന്നാണ്, ചെയ്യിച്ചു. ബാക്കി ഭാഗങ്ങളൊക്കെ ചെയ്യിച്ച് അങ്ങനെ വിപ്രൈഹി സന്താനിതമഖവരഹ, അവരാൽ പരിപൂർണമാക്കപ്പെട്ട, അവസാനിപ്പിക്കപ്പെട്ട ആ ശ്രേഷ്ഠമായ യാഗത്തോടു, മഖം എന്ന് പറഞ്ഞാൽ യാഗം, മഖവരഹ ശ്രേഷ്ഠമായ ആ യാഗത്തെ അങ്ങ് അവസാനിപ്പിച്ചു. വിപ്രൈഹി, വിപ്രന്മാരെ കൊണ്ട്, ബ്രാഹ്മണരെ കൊണ്ട് ആ സന്താപിതമഖവരഹ, സന്താപിതമായ പൂർണ്ണമാക്കപ്പെട്ട ആ ശ്രേഷ്ഠമായ മഖത്തോടു കൂടിയ, യാഗത്തോടു കൂടിയ അങ്ങ് വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ, അപ്രകാരമുള്ള അങ്ങ് എന്നെ രക്ഷിച്ചാലും, പാഹി രക്ഷിച്ചാലും എന്നിങ്ങനെ ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയണതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങ് വിപ്രന്മാരാൽ യാഗം പൂർത്തീകരിക്കപ്പെട്ടതായ അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് ആ ദശകം അവസാനിപ്പിക്കുകയാണ്. 2 ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. പാശൈർബദ്ധം പതകപതിനാ ദൈത്യമുച്ചൈരവാദീസ്താർത്തീകം
മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കെട്ടി ദൈത്യം വരുണരസനാൽ വൈനതേയൻ ഭവാനും ചോദിച്ചുച്ചം ഭുവനപതി മൂന്നാം പദം വെപ്പതെങ്ങോ. പെട്ടെന്നോതി ഭഗവൻ അടിവയ്ക്കൻ തലയ്ക്കെന്നു ദൈത്യൻ പ്രഹ്ലാദൻ വന്നുടനെ അവിടെ തുഷ്ടനങ്ങേ സ്തുതിച്ചു. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യൈർലോകസ്തേസ്തു തിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജര പുനരിത്യന്വഗൃഹാബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി പാതാലയേശ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നിൻ ഗർവത്തെ കളവതിനു ഞാൻ ചെയ്തിതം സിദ്ധനായി നീ. സ്വർഗത്തേക്കാൾ വലിയൊരുലകം കിട്ടി ദേവേന്ദ്രനാകും. എന്നിൽ ചേരും പരമൊടുവിലായി ദൈത്യനീകി വരത്തെ വാദേശാ നീ മഖമതു കഴിപ്പിച്ചു രക്ഷിക്കുകനേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.